ദ ബാപ്റ്റിസം ഓഫ് ദി സൺ ഓഫ് മാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്, തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യത്രക്കാര്യത്തിലെ ദേശങ്ങളിലും ലുസാന്യാസ് അബീലേവയിലും ഇടപ്രഭുക്കന്മാരായ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സക്കറിയാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്: കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ആ പ്രസംഗം അങ്ങോട്ട് തുടങ്ങുന്നത്, യോഹന്നാൻ സ്നാപകൻ്റെ ജനനവും യേശു കർത്താവിന് 6 മാസം മുമ്പായിട്ടൊരു വഴിയൊരുക്കുന്ന ഏതാണ്ട് 400, 450, 500 വർഷങ്ങളിൽ പ്രവാചകന്മാരുമില്ല, രാജാക്കന്മാരുമില്ല, വല്ലാത്ത ഒരു ലോകം, നയിക്കാൻ ആരുമില്ലാത്ത ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഒന്നുമല്ലാതെ കിടക്കുന്ന ഒരു പ്രപഞ്ചത്തിലേക്ക് യെശയ്യാപ്രവാചകൻ പറഞ്ഞ നിവൃത്തി അനുസരിച്ച് യോഹന്നാൻ വന്ന് പ്രസംഗിക്കുകയാണ്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചുള്ള അന്നത്തെ പ്രസംഗം ഇളക്കി മറിച്ചു. ആളുകൾ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് വലിയ ആൾക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ വരുന്നതിൻ്റെ മുന്നോടിയായി യോഹന്നാൻ്റെ അടുക്കൽ സ്നാനമേൽപ്പാൻ വന്നു. അവരെ യേശുവിൻ്റെ സ്നാനം മാനസാന്തര സ്നാനമാണിത്. ആ മാനസാന്തര സ്നാനമേൽപ്പാൻ വന്ന് അന്ന് വരെ സ്നാനം കണ്ടിട്ടില്ല, സ്നാനം എങ്ങനെയാണെന്ന് അറിയത്തില്ല. യേശു കർത്താവിൻ്റെ കൽപ്പനയായ ആ സ്നാനത്തിലൂടെ ലഭിക്കുന്നതായ ആ ഒരു പുതിയ ശക്തിക്ക് വേണ്ടി അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവരെല്ലാ ദിവസവും പാപം ചെയ്ത് ചെന്ന് രാത്രി വന്ന് സ്നാനപ്പെടും. എന്ന് രാത്രി സ്നാനപ്പെടും യഹൂദന്മാർ. അതുകൊണ്ട് ആ ഗലീലായിൽ എന്നും തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ പാപം ശുദ്ധീകരിച്ച് കഴുകിക്കളയുന്നതിന് ആ ഒരു വലിയ ഒരു ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മളെ ശിശുവായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, സ്പോൺസേഴ്സ് ഉൾപ്പെടെ നമ്മൾ പ്രായമായി വരുമ്പോൾ ആണെങ്കിൽ അതിനുള്ള കൺഫർമേഷൻ തന്ന്, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്ന് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന വലിയ പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് ഈ ശബ്ദം ഇന്നും നമ്മുടെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കണം. മാനസാന്തരത്തിന് ഫലം കായ്ക്കുന്നവരാണോ നമ്മൾ, ഞാനും നിങ്ങൾ? നമ്മളെല്ലാവരും മാമോദീസയേറ്റവരും കുർബാന കൊള്ളുന്നവരും പല പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരുമാണ്. എന്നാൽ അതിന് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ഇതേ വിളി യോഹന്നാൻ സ്നാപകൻ അന്ന് വിളിച്ച വിളി നമ്മളെ വിളിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനാരുമില്ല. അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ച യോഹന്നാൻ സ്നാപകൻ നൽകുന്ന വലിയ ഒരു ഉപദേശത്തിൽ നമ്മൾ ആ വിശുദ്ധി കൊണ്ട്, സ്നാനം കൊണ്ടൊരു വിശുദ്ധീകരണം പ്രാപിക്കുവാൻ, അഴുക്ക് കഴുകിക്കളയുവാൻ, നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഈ വചനം ശക്തീകരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ്. കർത്താവെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ
ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധൈര്യം യോഹന്നാൻ സ്നാപകന് ലഭിച്ചതുപോലെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുവാനുള്ള ധൈര്യം ലഭിച്ചത് യോഹന്നാൻ സ്നാപകൻ്റെ വിശുദ്ധ ജീവിതമാണ്. തൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും പ്രത്യേകമായിട്ടുള്ള ഡ്രസ് കോഡുകളും എല്ലാം വ്യത്യസ്തമായിരുന്ന് കർത്താവെ, ആ മരുഭൂമിയിലെ ശബ്ദമായി നിൻ്റെ മകൻ മാറിയപ്പോൾ അതൊരു വലിയ കൊടുങ്കാറ്റായി ആടിപ്പടരുവാൻ സഹായിച്ചതുപോലെ ഞങ്ങളും അപ്രകാരം യേശു കർത്താവിന് വേണ്ടി മരുഭൂമിയിലെ കൊടുങ്കാറ്റായി നിൽക്കുവാൻ, മരുഭൂമിയിലെ ശബ്ദമാക്കി തീർക്കുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.